ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിപ്പിലി വീട്ടിൽ തന്നെ അങ്ങോട്ട് ആവാമെന്ന് വിചാരിച്ചു. ഹെയർ ഒന്നും കേട്ടോ നമ്മുടെ അൽഫാമേ. അപ്പോൾ അതിനുവേണ്ടി അൽഫാമിന് വേണ്ടി കട്ട് ചെയ്യുന്ന 2 പീസ് എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് വിനാഗിരി ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, ഉണക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള, ഒരു 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, ക്യാപ്സിക്കം ഒരു അര എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മിക്സി ബ്ലെൻഡറിൽ ഇട്ടിട്ട് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്, പിന്നെ പെരിഞ്ചീരകവും ഉപ്പും അങ്ങനെ എല്ലാം ഇട്ട് സൺഫ്ലവർ ഓയിൽ ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ട് ഞാൻ ഈ ഓയിൽ ഇടണ്ടെന്ന് ഓർത്തിട്ടാണ് അത്ര കുറച്ചിട്ടത്. വേണ്ടവർക്ക് ഇഷ്ടമുള്ള ഇടാം. എന്നിട്ട് നല്ലോണം ആ കോഴിക്കാല് വിത്ത് ബ്രസ്റ്റ് വരുന്ന ആ ഒരു പീസിലേക്ക് പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർക്കോൾ എടുക്കുക, അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് വിടുക. എന്നിട്ട് അതിൽ കനലാകുമ്പോഴേക്കും നമ്മൾ ഗ്രില്ല് കയറ്റി വെച്ചിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ചെറിയ തോതിൽ വീട്ടിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് ആ ചാർക്കോൾ ഒത്തിക്കാൻ ഞാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. അതിനെന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ എനിക്ക് കനലാക്കി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം.